ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വയനാട് മൈസൂർ കൂർഗ് പാർട്ട് 2. അപ്പോൾ ഗൈസ് നമ്മുടെ പാക്കേജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് ഫാദർ ഹോളിഡേയ്സ് ആണ്. വൈറ്റ് ഫാദറിന്റെ വണ്ടിയുണ്ട്, അതേപോലെ കൂടെയുള്ള ട്രാവലിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് എഡ്ഗറും അതേപോലെ ദയ ഹോളിഡേയ്സും. ഗൈസ് അങ്ങനെ നമ്മൾ മുട്ടിഞ്ഞ ബ്ലോക്കിന് ശേഷം പതുക്കെ വണ്ടി മുന്നോട്ട് എടുത്തിരിക്കുകയാണ്. ഗൈസ് നമ്മളങ്ങനെ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. കൊച്ചിയിൽ എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അതിൽ വണ്ടികൾ നിരനിരയായിട്ട് അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പോയി ഫുഡ് അടിക്കാനായിട്ട് പോയി ഗൈസ്. അതിനുശേഷം ഫുഡ് അടി പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വയനാട് പിടിക്കാനുള്ള ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ 3 മണിക്കൂർ നമ്മൾ ഓൾറെഡി ലേറ്റാണ്. കാരണം മുടിഞ്ഞ ബ്ലോക്ക്. ഇങ്ങനെയൊന്നും ആരെയും ബുദ്ധിമുട്ടിക്കരുത് ഗൈസ്. കാരണം അമ്മാതിരി ബ്ലോക്കാണ്. ബ്ലോക്കിൽ പെട്ടുപോയെന്ന് പറഞ്ഞാൽ പെട്ടുപോയി. അമ്മാതിരി ബ്ലോക്ക്. ഇത്രയും ബ്ലോക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തങ്ങ് കണ്ടാലേ അറിയൂ എത്ര പേരും സ്വാഭാവികം. അതിനുള്ള റോഡുണ്ട് ഗൈസ്. നല്ല റോഡ് കിട്ടിയിട്ടാണ് അതെ. അപ്പൊ എത്ര നാൾ ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ പിടിയിലുള്ളത്. പുതിയ റോഡ് കിട്ടപ്പോ ഒരു ആഹ്ലാദത്തില് കാല് കൊടുത്താൽ പിന്നെ പറ്റില്ല. കുറെ നല്ല കീഴിലും പറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ കുറ്റിപ്പുറത്ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ചവിട്ടിയിരിക്കുകയാണ്. പിള്ളേരെല്ലാം ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മൾ അങ്ങനെ പതുക്കെ വണ്ടികൾ 3 എണ്ണം ഓരോന്നോരോന്നായിട്ട് ഒതുക്കിയിട്ടുണ്ട്. പിന്നെ നേരെ പോയി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ റോയൽ സിറ്റിയിലാണ് ഉച്ചക്കത്തെ ഫുഡ്, അതായത് ലഞ്ച്. അപ്പം ഗൈസ് അങ്ങനെ ഫുഡ് അടി പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ചെറുക്കന്മാരെല്ലാം ഓരോന്നായിട്ട് നിരത്തിയിട്ടൊരു ഫോട്ടോഷൂട്ട്. അപ്പോൾ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പതുക്കെ നമുക്ക് കയറി പോകാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫാദർ ദയ നമ്മുടെ എഡ്ഗറും ഒരുമിച്ചിട്ട് ഗൈസ് നമ്മളങ്ങനെ ലഞ്ച് പരിപാടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഓടി വന്നു. നമ്മളപ്പോൾ ഇനി നേരെ അടിവാരം ലക്ഷ്യമാക്കിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടിവാരത്ത് ചെന്നിട്ട് വേണം നമുക്ക് താമരശ്ശേരി ചുരം കയറാൻ. അപ്പം ഗൈസ് നേരെ ഇനി നമ്മുടെ അടിവാരത്ത് ചെന്നിട്ട് കാണാം കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ അടിവാരത്തെത്തി. അപ്പോൾ നമ്മുടെ ചെറുക്കനെ സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫാദറും ദയയും ഡീസൽ അടിക്കാനായിട്ട് തൊട്ട് പുറകിലൊരു പമ്പുണ്ട്, അവിടോട്ട് കയറിയിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ നമ്മളൊരു കട്ടൻ കുടിക്കാനായിട്ട് ചവിട്ടി. അപ്പം നമ്മൾ കട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ ബസ് കിടന്ന് ഡാൻസ് കളിക്കുന്നത് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ അവസാനം വയനാട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ വൈറ്റ് ഫാദറും എഡ്ഗറും പാർക്ക് ചെയ്ത് തൊട്ട് പുറകിൽ നമ്മുടെ ദയം വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് ഡിന്നറും സ്റ്റേയും നമ്മുടെ ന്യൂ ഫോമിലാണ്. അപ്പം 2 വണ്ടിക്ക് ന്യൂ ഫോമിലാണ് സ്റ്റേ. ഒരു വണ്ടിയുടെ സ്റ്റേ മറ്റൊരു റിസോർട്ടിലാണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ഡിന്നർ കഴിച്ചതിന് ശേഷം അവസാനം നമ്മൾ മറ്റൊരു സ്റ്റേയിലേക്ക് വന്നിരിക്കുകയാണ്. കിട്ടില്ല സ്റ്റേ ആണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നേരെ പോകാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈസൂർ കൂർഗാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത പാർട്ടി കാണാം.